ഇപ്പോൾ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഈ ഒരു മാംഗോൻ്റെ കളിയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന്. ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. മാങ്ങ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണെങ്കിൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മാംഗോൻ്റെ കൂടെ പിന്നെ വാനില ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മാങ്ങ സീസൺ അല്ലേ, അപ്പോൾ നാട്ടിലുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. ഇവിടെ ഇപ്പം പാകിസ്ഥാൻ മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ മാങ്ങ നല്ല മധുരമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പം മധുരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ യോഗട്ട് വെച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതും സൂപ്പറാണ്, വേറെ ലെവലാണ്. സോ ഇത് കുഞ്ഞിപ്പെണ്ണൊന്ന് വായിലിട്ട് കൊടുത്തപ്പോൾ അവൾ ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി. പിന്നെ ഞാൻ ഏട്ടന് കൊടുക്കുന്നതിൻ്റെ ദേഷ്യമാണ് കുഞ്ഞിപ്പെണ്ണ. അമ്മ എനിക്ക് തരാണ്ട് അച്ഛന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ബഹളം ഉണ്ടാക്കാണ്ട. അങ്ങനെ ഇത് മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. ലൈഫ് ഫാർമസിയിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഇവിടെ അൽനാദ പുതിയ ഫാർമസി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടുന്ന് കുഞ്ഞിൻ്റെ ക്രീം കഴിയാനായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ റീസെൻ്റ്ലി അവീനോൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. മുന്നേ നമ്മൾ സെബാമെഡ് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൾക്ക് സ്കിന്ന് കുറച്ചൊരു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് സെബാമെഡ് വലുതായിട്ട് സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അങ്ങനെ അതും പിന്നെ ഒരു എൽസേൻ്റെ ബ്രഷ് കണ്ടപ്പം അതും കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പിന്നെ ഇതേ വീട്ടിലെത്തിയപ്പോൾ ഏട്ടന് ജലദോഷമുണ്ട്. അങ്ങനെ അതായത് ഗുളികയൊക്കെ എടുത്തു കൊടുക്കാമെന്ന്. ഏട്ടന് ഗുളിക എന്ന് പറയുന്നത് അലർജിയാണെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അത് തിന്നാൽ എന്തോ സംഭവിക്കുന്നുള്ള രീതിയിലാണ്. പക്ഷേ എന്താ ചെയ്യുക, ഏട്ടന് ജലദോഷം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും എനിക്കാവും, പിന്നെ കുഞ്ഞിപ്പെണ്ണാവും. അപ്പോൾ ഏട്ടൻ്റെ ജലദോഷം നമ്മൾ തുടച്ച് മാറ്റിയേ പറ്റുമോ. അതുകൊണ്ട് ഞാൻ ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.